പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. അടിപൊളി ടേസ്റ്റിൽ നല്ല മുരിഞ്ഞ പരിപ്പുവട ഉണ്ടാക്കുന്നൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. പരിപ്പുവട ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കുമല്ലോ അല്ലേ. ഇതുപോലൊരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് റെസിപ്പി കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ പരിപ്പൊന്ന് കുതിർത്ത് വെക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തത് 2 കപ്പോളം തുവരപ്പരിപ്പ്, അതായത് നമ്മൾ സാമ്പാറൊക്കെ വെക്കാൻ എടുക്കുമല്ലോ ആ ഒരു പരിപ്പാണ്. പിന്നെ 1 കപ്പോളം കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. 2 പരിപ്പും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടാണ് ഞാനിവിടെ പരിപ്പുവട ഉണ്ടാക്കി എടുക്കുന്നത്. ഇനി ഈ പരിപ്പ് നമുക്കൊരു 4 മണിക്കൂറോളം ഒന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കണം. മൂടി വെച്ച് മാറ്റി വയ്ക്കാം. ഒരു 4 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ പരിപ്പൊക്കെ നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഈ പരിപ്പ് ഞാൻ കഴുകാൻ എളുപ്പത്തിനായിട്ട് ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്ത് നല്ലപോലെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അരച്ചെടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഒരു തവിയോളം പരിപ്പ് ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇത് നമുക്ക് പിന്നീട് ആവശ്യമുണ്ട്. ഇനി ബാക്കിയുള്ള പരിപ്പ് നമുക്ക് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് അരച്ചെടുക്കണം. ഒരുപാട് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കരുത്. ഒന്ന് ക്രഷ് പരുവത്തിലൊന്ന് അരച്ചെടുത്താൽ മതി. ഈ ഒരു രീതിയിലൊന്ന് ചതഞ്ഞ് കിട്ടുന്ന ആ ഒരു പരുവുണ്ടല്ലോ, അതുപോലെ ഒന്ന് അരച്ചാൽ മതി. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ബാക്കിയുള്ള പരിപ്പ് കൂടെ ഞാനിതുപോലെ തന്നെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. പരിപ്പെല്ലാം ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു വലിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 2-3 അല്ലി ചെറിയ ഉള്ളി കൂടെ ഞാനിതിലേക്ക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 3 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് 1 ടീസ്പൂണോളം വലിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. വലിയ ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇനി 1 ടീസ്പൂണോളം ഉണക്കമുളക് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു കളറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണോളം കായപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി 2 തണ്ട് കറിവേപ്പില കട്ട് ചെയ്തെടുത്തതും കുറച്ച് മല്ലിയില കട്ട് ചെയ്തത് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ആദ്യം കുറച്ച് അരയ്ക്കാതെ പരിപ്പ് മാറ്റി വെച്ചിരുന്നല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈ വെച്ച് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു 1-2 മിനിറ്റോളം നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നമ്മളിതിലേക്ക് ചേർത്ത പരിപ്പും മസാലയൊക്കെ യോജിച്ച് വരുന്ന വിധത്തിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇതിൽ നിന്ന് കുറേശ്ശെ പരിപ്പെടുത്ത് കയ്യിൽ വെച്ച് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ഷേപ്പാക്കിയതിന് ശേഷം ചൂടായ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. പരിപ്പിട്ട് കൊടുക്കുന്ന സമയത്ത് എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടായിരിക്കണം. പിന്നെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കരുത്. അപ്പോൾ ഉൾഭാഗമൊന്നും വെന്ത് വരില്ല, പിന്നെ പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും. പിന്നെ എണ്ണയിലേക്ക് നമ്മൾ പരിപ്പിട്ട് കൊടുത്ത ഉടനെ തന്നെ തവി വെച്ച് ഇളക്കാനൊന്നും നിൽക്കരുത്, അത് പൊടിഞ്ഞു പോവും. ഒന്ന് കളറൊക്കെ മാറി വന്ന് കഴിയുന്ന സമയത്ത് നമുക്കിത് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതിപ്പോൾ ഇവിടെ നല്ലപോലെ കളറൊക്കെ മാറി വന്ന് നന്നായിട്ട് മൊരിഞ്ഞൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ല മൊരിഞ്ഞ പരിപ്പ് വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടോടുകൂടി ചൂട് ചായക്കൊപ്പം കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. അടിപൊളിയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.